ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ് ബയോളജി. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ നമുക്കിപ്പോ ക്രിസ്മസ് എക്സാമിനും ഉണ്ട്. അപ്പൊ ക്രിസ്മസ് എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്രിസ്മസ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസും ഇതിൽ മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലും ക്രിസ്മസ് എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കുക. ഇത് എന്താണെങ്കിലും പഠിക്കേണ്ട പോർഷൻസ് ആണ്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്, ചില പോർഷൻസിൽ നിന്ന്. അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ഫസ്റ്റ് ഒരു 1 മാർക്കിന് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ദ സ്റ്റേജ് ബിറ്റ്വീൻ ദ ടു മിയോട്ടിക് ഡിവിഷൻസ് ഇസ് കോൾഡ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ മിയോട്ടിക് ഡിവിഷന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഇവിടെ മിസ്റ്റേക്ക് വരുത്തുന്നത് എപ്പോഴാണ്? നമ്മൾ പെട്ടെന്ന് മിയോട്ടിക്കിന് പകരം മൈറ്റോട്ടിക് ഡിവിഷൻ ആണോ എന്ന് നമ്മൾ ആലോചിച്ചു പോകും. മൈറ്റോട്ടിക് ഡിവിഷൻ ആണെന്ന് വിചാരിച്ച് നമ്മൾ ആൻസർ അവിടെ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക ഏതാണ് മൈറ്റോട്ടിക് ആണോ മിയോട്ടിക് ആണോ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടോ എന്താ ഈ 1 മാർക്കിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ഇങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ട്. എന്താണ്? മൈറ്റോസിസ് ആണെന്ന് നമ്മൾ പെട്ടെന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ പോയിട്ട് ആൻസർ എഴുതുക. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ഫസ്റ്റ് വൺ എന്താണ്? ഈ ഒരു മിയോട്ടിക് ഡിവിഷന്റെ സ്റ്റേജ് മീൻസ് രണ്ട് മിയോസിസ് 1ഉം 2വിന്റെ ഇടയിലുള്ള ആ ഒരു സ്റ്റേജിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? എന്താണ് മക്കളെ? 1 and 2വിന്റെ ഇടയിലുള്ള ആ സ്റ്റേജ് നമ്മൾ എന്താ വിളിക്കുന്നത്? ഇന്റർകൈനസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്റർകൈനസിസ് ആണ് മിയോസിസ് 1ന്റെയും 2വിന്റെ ഇടയിലുള്ള ആ ഒരു പെർട്ടിക്കുലർ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മൈറ്റോട്ടിക് ഡിവിഷന്റെ ഇടയിലുള്ള ആ ഒരു ഫേസിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? സെൽ സൈക്കിൾ എന്ന് ഓർത്താൽ മതി. എന്താണ്? ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതാണ് മിസ് പറഞ്ഞത്. നമ്മൾ ചിലപ്പോൾ ഇന്റർഫേസ് എന്ന് അറിയാതെ പോയിട്ട് എഴുതി പോകും. അങ്ങനെയാണ് നമുക്ക് സില്ലി മിസ്റ്റേക്സ് കാരണം ഈ മാർക്സ് ഒക്കെ പോകുന്നത് അല്ലെ. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, പിന്നെ അടുത്തത് സൈറ്റോകൈനസിസും ക്യൂസെൻ സ്റ്റേജും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് അറിയാം അല്ലെ. ക്യൂസെൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ G0 സ്റ്റേജ് ആണ്. പിന്നെ സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷനെയാണ് നമ്മൾ സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതാണ്, ഇതൊരു സിമ്പിൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള 1 മാർക്ക് ക്വസ്റ്റ്യനും ആണ്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. In which stage of mitosis chromatids are moving to opposite poles? Okay, അപ്പൊ മൈറ്റോസിന്റെ കേസ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാവുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എന്ന് പറയുന്നത്? നമുക്ക് ഈ ഒരു ഓർഡറിൽ തന്നെയാണ് സ്റ്റേജ് പോകുന്നത് അല്ലെ. PM at ആണ് നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി. അപ്പം ഫസ്റ്റ് വൺ പ്രോഫേസ് ആണ്, ദെൻ മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റേജസ് വരുന്നത്. അപ്പൊ പ്രോഫേസിൽ എന്താണ് സംഭവിക്കുക? അവിടെ ആ ഒരു കണ്ടൻസേഷൻ നടക്കുകയാണ് അല്ലെ. അതാണ് പ്രോഫേസിന്റെ കേസിൽ. ഫസ്റ്റ് എന്താണ്? അത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ മെല്ലെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ആണ് നമ്മുടെ പ്രോഫേസ് എന്ന് പറയുന്നത്. ഇനി മെറ്റാഫേസിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുക? അത് കറക്റ്റ് ആയിട്ട് ആ സെന്ററിൽ വന്നിട്ട് അലൈൻ ചെയ്യും അല്ലെ. സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിനെയാണ് നമ്മൾ മെറ്റാഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്? അനാഫേസ് ആണ്. അപ്പൊ അനാഫേസിന്റെ കേസിൽ എന്താ സംഭവിക്കുക? അനാഫേസിന്റെ സമയത്താണ് ഈ സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് 2 പോളിലേക്ക് അല്ലെ, 2 ഓപ്പോസിറ്റ് പോളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ അനാഫേസിന്റെ കേസിലാണ്. ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് വരച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിൽ ഇതിന് മെറ്റാഫേസിന്റെ കേസിലാണെങ്കിൽ ഇവിടെ ഈ ഒരു ഇക്വറ്റോറിയൽ റീജിയനിൽ ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു ഇക്വറ്റോറിയൽ റീജിയൻ അല്ലെങ്കിൽ മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് നമുക്ക് പറയാം അല്ലെ. ആ റീജിയനിൽ കാണും. അപ്പൊ സ്പിൻഡിൽ ഫൈബേഴ്സ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലെ. സ്പിൻഡിൽ ഫൈബേഴ്സ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നെക്സ്റ്റ് ഇതിലേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? എന്താണ് ആൻസർ? ഏത് ഫേസിലാണ് ക്രോമാറ്റിഡ്സ് ആർ മൂവിങ് ടു ഓപ്പോസിറ്റ് പോൾസ്? ദാറ്റ് ഈസ് അനാഫേസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ദാറ്റ് പെർട്ടിക്കുലർ ഫേസ് ഇസ് അനാഫേസ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുന്ന സമയത്ത് അത് ഏതൊരു മിയോസിസ് ആണോ മൈറ്റോസിസ് ആണോ ഏതിനെ കുറിച്ചാണ് ഏത് ഡിവിഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കി വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്കിവിടെ ഒരു
മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇതൊക്കെ പലതവണയായിട്ട് പലതരത്തിൽ വൺ വേർഡ് ആയിട്ടും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഒക്കെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ 4 നമുക്ക് കാണാം. ഫസ്റ്റ് വൺ എന്താണ്? റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ആണ്. അപ്പൊ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് എന്ന് പറഞ്ഞ മക്കളെ? യെസ്, ദീസ് ആർ ദ സൈറ്റ്സ് ഓഫ് ക്രോസിംഗ് ഓവർ അല്ലെ. ക്രോസിംഗ് ഓവർ എവിടെയാണോ നടക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ സൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? കയസ്മേറ്റ. എന്താണ് ഈ കയസ്മേറ്റ എന്ന് പറയുന്നത്? സോ ദിസ് ഈസ് ആക്ച്വലി ദ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോംഡ് ഡ്യൂറിംഗ് ഡിപ്ലോട്ടിൻ. ഓക്കെ, ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കയസ്മേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് വൺ. ആൻഡ് അടുത്ത എന്താണ്? മെറ്റാഫേസ് പ്ലേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മക്കളെ മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്? എന്താണ്? ദ പ്ലെയിൻ ഓഫ് അലൈൻമെന്റ് ഓഫ് ക്രോമസോംസ് അല്ലെ. ക്രോമസോംസ് നടുവിൽ വന്ന് അലൈൻ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്ലെയിനെയാണ്, ആ ഒരു ഇക്വറ്റോറിയൽ റീജിയനെയാണ് നമ്മൾ എന്ന് പറയുന്നത്? മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി വൺ മോർ ഇസ് ദേർ, ദാറ്റ് ഇസ് കൈനറ്റോകോർ. എന്താണ് കൈനറ്റോകോർ എന്ന് പറഞ്ഞാൽ? എന്താണ്? യെസ്, ഇറ്റ് ഇസ് ദ സൈറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്. അപ്പൊ സ്പിൻഡിൽ ഫൈബേഴ്സിലേക്ക് നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആ ഒരു പോയിന്റിൽ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ കൈനറ്റോകോർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ പലതരത്തിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അതിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് മിസ് ഇവിടെ ഡിസ്കസ് ചെയ്തത് കേട്ടോ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. സോ വാട്ട് ഇസ് ദിസ്? ഹിയർ യു ക്യാൻ ഫൈൻഡ് എ പെർട്ടിക്കുലർ ഫിഗർ അല്ലെ. ഈ ഒരു ഫിഗർ എന്തിന്റെയാണ്? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഇത് സെൽ സൈക്കിൾ ആണ്. ഓക്കെ, ഇത് സെൽ സൈക്കിളിന്റെ ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം ഇത് സെൽ സൈക്കിൾ ആണെന്നുള്ളത്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വീണ്ടും അല്ലെ. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. സോ നെയിം ദ 2 ഫേസസ് ഓഫ് സെൽ സൈക്കിൾ. അപ്പൊ സെൽ സൈക്കിളിന്റെ 2 ഫേസസ് ഏതൊക്കെയാണ് മക്കളെ? ഏതൊക്കെയായിരുന്നു? യെസ്, ഇറ്റ് ഇസ് ഇന്റർഫേസ് അല്ലെ. ഇന്റർഫേസ് അല്ലെങ്കിൽ ഇന്റർഫേസിൽ തന്നെ നമുക്ക് ആ ഒരു റെസ്റ്റിംഗ് ഫേസ് നമുക്ക് കാണാൻ പറ്റും. G1 സിന്തസിസ് ഫേസ് ആൻഡ് G2 ഫേസ് അങ്ങനെ കാണാം അല്ലെ. ഇന്റർഫേസ് കൂടാണ്ട് നെക്സ്റ്റ് വൺ ദ ഡിവിഷൻ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? M ഫേസ് അല്ലെങ്കിൽ മൈറ്റോസിസ് ഫേസ് നമുക്ക് പറയാം അല്ലെ. ഇവിടെയാണ് ഡിവിഷൻ നടക്കുന്നത്, മൈറ്റോസിസ് ഫേസ് എന്ന് പറയാം. അങ്ങനെ 2 ഫേസസ് ആണ് ആക്ച്വലി നമുക്ക് ഏതിനുള്ളത്? ഈ പറഞ്ഞ സെൽ സൈക്കിളിനുള്ളത്. ഓക്കെ, അത് മാത്രമാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് 2 ഫേസസ് എന്നുള്ളത് അത് മാത്രം നിങ്ങൾ ജസ്റ്റ് ആൻസർ ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ ബി ക്വസ്റ്റ്യനിൽ എന്താണ് ക്വസ്റ്റ്യൻ? ഐഡന്റിഫൈ ദ സ്റ്റേജസ് A and B ഓഫ് ദ സെൽ സൈക്കിൾ. ഓക്കെ, അപ്പൊ ഇവിടെ എയും ബിയും നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് എസും കൊടുത്തിട്ടുണ്ട് അല്ലെ. എസ് എന്ന് പറയുന്നത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യെസ്, ഇറ്റ് ഇസ് ദ സിന്തസിസ് ഫേസ്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? എ എന്താണ്? യെസ്, ദാറ്റ് ഇസ് G1 ഫേസ് അല്ലെ. G1 ഫേസ് അല്ലെ ഗ്യാപ്പ് 1 ഫേസ് ആണ് അല്ലെ. പിന്നെ അതുപോലെ ബി എന്ന് പറയുന്നത് എന്താണ്? G2 ഫേസ് ആണ്. ഓക്കെ, G2 ഫേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് 2 ഫേസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ 2 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് സുഖമായിട്ട് 2 മാർക്സ് ആണ് ഇവിടെ കിട്ടുന്നത് അല്ലെ. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഇസ് again a figure is given here. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ കുറെ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ ഫിഗേഴ്സ് ഒക്കെ മനസ്സിൽ എപ്പോഴും നന്നായിട്ട് വരച്ചു പഠിച്ച് അല്ലെങ്കിൽ നന്നായിട്ട് മനസ്സിൽ അത് ഉണ്ടാവണം. ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ് ആണ് ഇതിലെ ഈ ചാപ്റ്ററിലുള്ള പല ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും ഒരു പെർട്ടിക്കുലർ ഫേസ് ഓഫ് മൈറ്റോസിസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ് ഈ ഫേസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. നിങ്ങൾക്ക് 4 ഫേസസും ഐഡന്റിഫൈ ചെയ്യാൻ എന്താണെങ്കിലും ചോദിക്കും. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മെറ്റാഫേസും അനാഫേസും ആണ്. പിന്നെ ചിലപ്പോഴൊക്കെ നിങ്ങളോട് ടീലോഫേസും ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രോഫേസും ടീലോഫേസും കുറവാണ്, ബട്ട് സ്റ്റിൽ അതും ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ 2 ഫേസ്, അതായത് മെറ്റാഫേസും അതേപോലെ അനാഫേസും നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. അത് നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്ന 2 ഡയഗ്രാംസ് ആണ്. ഓക്കെ, ആൻഡ് സോ ദ ഫസ്റ്റ് വൺ ഐഡന്റിഫൈ ദ സ്റ്റേജ്. അപ്പൊ ഇത് ഏതാണ് സ്റ്റേജ്? അപ്പൊ സ്റ്റേജസ് ഒന്ന് ഓർത്തിരിക്കാം. PM അറ്റ് എന്നാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ക്ലൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? പ്രോഫേസ് ആണ്. പിന്നെന്താണ് നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത്? മെറ്റാഫേസ് ആണ്. ദെൻ അനാഫേസ് ആൻഡ് ടീലോഫേസ് അല്ലെ. ഇതാണ് നമ്മുടെ 4 ഫേസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഫസ്റ്റ് ഫേസിൽ നമുക്കറിയാം അവിടെ
ആ കണ്ടൻസേഷൻ ഒക്കെ നടന്ന സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്ന ആ ഒരു പോയിന്റ് ആണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രോഫേസ്. പിന്നെ മെറ്റാഫേസിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് കറക്റ്റ് ആയിട്ട് ആ ക്രോമസോംസ് എന്താണ് കറക്റ്റ് ആയിട്ട് സെന്ററിൽ വന്നിട്ട് അലൈൻ ചെയ്യുന്ന ഫേസ് ആണ് അല്ലെ. സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പെർട്ടിക്കുലർ ഫേസ് ആണ് സെക്കൻഡ് ഫേസ്. അപ്പൊ ഇവിടെ പിക്ചർ തന്നിരിക്കുന്നത് ഏതിന്റെയാണ് മക്കളെ? യെസ്, ദാറ്റ് ഈസ് ദ ഫേസ് ഓഫ്, സോ ദാറ്റ് ഈസ് ദ ഫേസ്, ദാറ്റ് ഈസ് മെറ്റാഫേസ് ആണ് അല്ലെ. മെറ്റാഫേസിന്റെ പിക്ചർ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഐഡന്റിഫൈ ദ സ്റ്റേജ് എന്ന് ചോദിച്ചാൽ എന്താണ് ഇവിടുത്തെ സ്റ്റേജ് ഏതാണ് മക്കളെ? യെസ്, ദാറ്റ് ഈസ് മെറ്റാഫേസ്. മെറ്റാഫേസ് ആണ്, നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് എഴുതാം. കാരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്രോമസോംസ് എന്താണ് നടുക്ക് ആ ഒരു പ്ലെയിനിൽ വന്നിട്ട് മെറ്റാഫേസ് പ്ലേറ്റിൽ വന്നിട്ട് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും അല്ലെ. ഇനി അടുത്തത് ബി എന്ന് പറഞ്ഞാൽ ലേബൽ ദ പാർട്സ് എ ആൻഡ് ബി. അപ്പൊ എയും ബിയും ലേബൽ ചെയ്യാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എ ഏതാണ് മക്കളെ? യെസ്, എ എന്ന് പറയുന്നത് സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ്. എ എന്താണ്? സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ്. ആൻഡ് ബി, വാട്ട് ഇസ് ബി? സോ ബിയില് നമുക്കിപ്പം ജസ്റ്റ് കറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്താന്ന് പറയാൻ പറ്റും? ക്രോമസോം ആണെന്ന് പറയാം അല്ലെ. ബി എന്ന് പറയുന്നത് ക്രോമസോം ആണെന്ന് പറയാം അല്ലെ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇത് ഫുൾ ആയിട്ട് ഈ ഒരു ഏരിയ ആയിട്ടാണ് ഇങ്ങനെയാണ് ബി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ എഴുതാൻ പറ്റുക? എന്തായിരിക്കും? മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് എഴുതാം അല്ലെ. ഇപ്പൊ ഇത് ബി ഇതിലേക്ക് പോയിന്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് ക്രോമസോം എന്ന് എഴുതാം, അല്ലെങ്കിൽ ആ ഒരു ഹോൾ ഏരിയ ദാറ്റ് ഇസ് മെറ്റാഫേസ് പ്ലേറ്റ്. അപ്പൊ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ ആൻസർ കീയിൽ മെറ്റാഫേസ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ടില് ഏതാണെങ്കിലും കറക്റ്റ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ട് കൃത്യമായിട്ട് അത് എഴുതാം കേട്ടോ. ഇനി മെൻഷൻ എനി പെക്യുലാരിറ്റി ഓഫ് ദ പാച്ചിറ്റീൻ സ്റ്റേജ് ഓഫ് മിയോസിസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മളോട് മൈറ്റോസിന്റെ സ്റ്റേജ് തന്നു, അതിനെക്കുറിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നേരെ പോയിരിക്കുന്ന മിയോസിസിലേക്കാണ്. അപ്പൊ മിയോസിന്റെ എല്ലാ സ്റ്റേജസും അതുപോലെ മൈറ്റോസിന്റെ എല്ലാ സ്റ്റേജസും അതിന്റെ പെക്യുലാരിറ്റീസും നമ്മൾ അതുപോലെ തന്നെ എഴുതി പഠിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ സി. അപ്പൊ അത് നോക്കാം. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ സി എന്ന് പറഞ്ഞാൽ? മെൻഷൻ എനി വൺ പെക്യുലാരിറ്റി ഓഫ് ദ പാച്ചിറ്റീൻ സ്റ്റേജ് ഓഫ് മിയോസിസ്. അപ്പൊ ഇവിടെ എന്താണ്? മിയോസിന്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിന്റെ പെക്യുലാരിറ്റി? യെസ്, ഈ ഒരു സ്റ്റേജിലാണ് ആക്ച്വലി ക്രോസിംഗ് ഓവർ നടക്കുന്നത്. എന്താണ്? ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ് ഇൻ ദിസ് പെർട്ടിക്കുലർ സ്റ്റേജ്. ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിന്റെ ഒരു വൺ മേജർ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. സോ ക്രോസിംഗ് ഓവർ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ റീകോംബിനന്റ് നൊഡ്യൂൾസ് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെ, ഫോർമേഷൻ നടക്കുകയും ചെയ്യും. അപ്പൊ അതും അതിന്റെ പെക്യുലാരിറ്റി തന്നെയാണ്. ബാക്കി പെക്യുലാരിറ്റീസ് നമുക്ക് ഉണ്ട്, പക്ഷെ ഇതാണ് മേജർ ആയിട്ട് നടക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഈവന്റ്. സോ ആ കാര്യം നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്യാം. അതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. സോ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്യൂ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഇത് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസസ് ഉള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പൊ കണ്ടതിൽ തന്നെ. അപ്പൊ അത് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിന്റെ ഡിവിഷൻസ് ഉണ്ടല്ലോ, ആ ഡിവിഷൻസിൽ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ്, കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സോ താങ്ക് യു, ടേക്ക് കെയർ.